അപ്പൊ വണ്ടി വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഈ റൂട്ടാണ് കേട്ടോ നേരോട്ട് പോകേണ്ടത്. അപ്പൊ ഇത്ര നേരം മഴ ഉണ്ടായിരുന്നു. അപ്പൊ മഴയൊക്കെ പോയിട്ട് നല്ല പ്രകാശം കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി വിശേഷം മേലെ പോയിട്ട് കാണാവേ. നമുക്ക് പോവാ അല്ലേ. അട്ട ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് മേലോട്ട് കയറി വേണം പോവാൻ. അപ്പൊ ഞാൻ കവർ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഞാൻ ഈ കവർ കോട്ടൊക്കെ ഇട്ടേക്കണത്. കുറച്ച് തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് സ്റ്റെപ്പ് പോലെ പണിതിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ടാരോ പണിതാണ്. ഇത് നടന്ന് കയറാനുണ്ട് നമുക്ക്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം പോവാനുണ്ട് കേട്ടോ നമുക്ക് മേലോട്ട്. ഫുള്ള് വലിയ വലിയ പാറകൾ ഉണ്ടില്ലേ. ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ. പന്നിശല്യത്തിന്റെ ഒരു ഏരിയ ആണിത്. ഇവിടെ ഫുള്ള് പാറയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വലിയ പാറകൾ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിലേക്കാട്ടോ മഴ പെയ്ത് നല്ല വെള്ളം പോകും. പിന്നെ നമ്മള് ഇതിന്റെ താഴോട്ട് ഇതിന്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഏതൊരു നദി ഒഴുകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ. അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നമ്മളോട്. അപ്പൊ നമുക്ക് മേലോട്ട് പോവാ. ഇത് നോക്കി എന്ത് ഭംഗി കാണാൻ നോക്കി. പ്രകൃതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. മേലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടില്ലേ, ഫുള്ളും പാറകളാണ് കേട്ടോ. ഈ പാറേന്റെ ഇടയിൽ കൂടെ പിന്നെ നമുക്ക് മരത്തിന്റെ വേരുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഇതിന് വേണ്ടെങ്കിൽ നടന്ന് കയറി പോവാന്. ഇതിനാട്ടോ റൂട്ട് വരുന്നത്. കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാന്. ഫുള്ളും മരങ്ങൾ കേട്ടോ. കുറച്ചങ്ങോട്ട് മേലോട്ട് കയറി പോകണം നമുക്ക് ഇനി എത്തണമെങ്കിൽ. കണ്ടില്ലേ, റൂട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഫുള്ള് പാറകളാണ് കേട്ടോ. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇതിലേക്ക് വെള്ളം വന്നിട്ട് റൂട്ട് കുറച്ച് നാശമായി പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കാടുകളും കാര്യങ്ങളാണ് കേട്ടോ. ട്രിപ്പിന് പറ്റിയ ഏരിയയാണ് കേട്ടോ. എല്ലാവരും ടൂർ വരുന്നവര് എന്തായാലും ട്രെക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. എല്ലാവരും വരണം, ഈ വഴി ട്രക്കിങ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. കണ്ടില്ലേ, വലിയ വലിയ പാറകളാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ഇതാണ് ഞാൻ കയറി വന്ന വഴി. നമ്മൾ മേലോട്ട് കയറി പോവാണ്. നമ്മളിപ്പോ അങ്ങനെ കുറച്ച് മേലെ എത്തിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞാൻ കയറി വന്ന റൂട്ട് ഇതാണേ. ഫുള്ള് പാറയാണ് കേട്ടോ. പാറക്കൂട്ടത്തിന് ഇവിടെ നമ്മളിങ്ങനെ കയറി മേലോട്ട് പോണം. ഞാനെന്റെ ഫ്രണ്ടും കൂടി ആട്ടോ കയറി പോണേ. അവനതാ കയറി പോകുന്നു. ഈ ടാസ്കാണ് റോഡ്. ഇങ്ങനെ കയറി പോവാ. ടാസ്കാണ് കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ച് വേണം കയറി പോവാന്. കയറി പോയിക്കൊണ്ടിരിക്കുക. ഇതേ സ്പോട്ടാണ് കേട്ടത്. നമ്മളിങ്ങനെ പാറേന്റെ മേലെ കൂടെ ഇങ്ങനെ പോകും ഫുള്ള്. ഇപ്പൊ മഴയൊക്കെ പോയിട്ട് നല്ല വെയില് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെളിച്ചാണേ കാണാന്. നമുക്കപ്പോ ഇങ്ങനെ കയറി പോ. ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് കുടിക്കാനുള്ള സാധനങ്ങളും ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഈ റൂട്ടിന് വരാനേ. നമ്മൾ വേറെ താഴെ മാത്രമേ കട കേട്ടോ. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. നമുക്ക് പോയാലോ? ഇപ്പൊ ഞങ്ങൾ ഏകദേശം നമ്മളൊരു 800 കിലോമീറ്റർ കയറി കേട്ടോ. നമ്മൾ ഇനി അങ്ങോട്ട് കുറെ പോവാനുണ്ട്. കണ്ടില്ല എന്ത് ഭംഗിയാണ്. എന്ത് ഭംഗിയാലേ നമുക്ക്. ഉരുണ്ടിരിക്കുന്ന പാറക്കൂട്ടങ്ങള്. റൂട്ട് നോക്കിയേ. ഇത് മഴ പെയ്തിട്ട് കുറെയൊക്കെ റൂട്ട് നശിച്ചു പോയി കേട്ടോ. നമുക്ക് ഇതിലിങ്ങനെ കുറച്ച് പിടിച്ച് കയറാനുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മളെ ഈ പാറക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് പുല്ലുള്ള ഭാഗത്ത് കൂടെ കയറി പോകണ്ട. കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. അപ്പൊ പുല്ലൊക്കെ ഇങ്ങനെ നകഞ്ഞ് മാറ്റിട്ട് വേണം കേട്ടോ മേലോട്ട് പോവാനേ. കുറച്ച് പോണം അങ്ങോട്ട്.
ഇതാണ് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ പോണം കേട്ടോ. എന്തോട്ടവും വെയിലിന്റെ ആ ഒരു വെളിച്ചവും മലനിരകളും അങ്ങോട്ട് തേയിലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ ഫുള്ള് കാടാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പുല്ലുകൾ. കുറച്ചും കൂടി മേലോട്ട് കയറി വന്നപ്പോ നോക്കിയേ എന്ത് ഭംഗിയാണ്. അതാ മലനിരകള്, അതിൽ കുഞ്ഞു കുഞ്ഞു പുല്ലുകള്. അങ്ങോട്ട് നോക്കിയേ കറക്റ്റായിട്ട് വയല് കാര്യങ്ങളും കാണാം കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് ഞാറൊക്കെ നട്ട് വരുന്നുള്ളേ. എന്ത് ഭംഗിയാണ് നോക്കി അങ്ങോട്ടൊക്കെ. അടിപൊളി സ്ഥലം, എന്ത് ഭംഗിയാണ്. നമുക്കിന്നാ ഇതിലാണ് കയറി പോവാല്ലേ. ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ റൂട്ട് കയറി പോകണം. ഇതുവഴിയാണ് പോണേ. വഴി വരുന്നത് ടോപ്പിലോട്ട് പോവാൻ. കുറച്ച് കാടും മലയും കയറി പോകണം കേട്ടോ നമ്മള്. മറ്റേ ഈ ചെറിയ ചെറിയ പുല്ലാണ് കേട്ടോ ഇത്. തട്ടിക്കഴിഞ്ഞാൽ ചെറുതായി ഇങ്ങനെ മുറിയൊക്കെ ചെയ്യും. ഇവിടെ വരുന്നവര് കുറച്ച് സാനിറ്റൈസർ കൈ കരുതിക്കും കേട്ടോ. ചിലപ്പോ അട്ട ഉണ്ടാവും. അട്ട കയറുമ്പോ അത് ചളിച്ചു കഴിഞ്ഞാൽ പിന്നെ അട്ട മേത്ത് കയറൂല. നമ്മളെ ഏകദേശം എത്താനായിട്ടോ. ഇനി കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ അതിന്റെ മേലോട്ട് കയറാ. ഇനി നമ്മൾ ഇതിലെങ്ങനെ പിടിച്ച് കയറി പോകണം കേട്ടോ മേലോട്ട്. ഇനിയൊരു 20 മീറ്റർ കൂടി ഉണ്ടാവും മേലോട്ട്. ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ. അപ്പൊ ഞാനങ്ങനെ മേലെ എത്തിയിട്ടോ. അപ്പൊ മേലെ കാണുമ്പോ തന്നെ എന്തൊരു മനോഹരാണേ കാണാൻ. ഇതാ പാറ വരുന്നത് കേട്ടോ. ഇത് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നൊരു പാറയാണേ. നമ്മൾ അതിന്റെ മേലോട്ടാണ് കേട്ടോ കയറാൻ പോകുന്നത്. നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് അതിലെങ്ങനെ കയറി പോകണം. ഇതിലെങ്ങനെ വഴി വരുന്നത് ഇതിലെയാണ് കേട്ടോ. ഇതിലെയാണ് ഇങ്ങനെ വഴി വരുന്നത്. പച്ചപ്പും അങ്ങ് ദൂരം മലനിരകളിൽ മുട്ടി നിൽക്കുന്ന മേഘങ്ങളും എന്ത് രസമല്ലേ കാണാൻ. അങ്ങ് ദൂരെ തന്നെ കേട്ടോ പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. താഴേക്ക് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കയറി വന്നത്. അവിടെ ആ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി കാണാം നമുക്ക്. എന്ത് രസമാണ്. എന്നാ ലുക്കൊക്കെ സുഹൃത്തുക്കളെ. അതാ ബസ് പോണ കണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ബസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് ബത്തേരിയിലോട്ട് പോകുന്ന ബസ്സാണേ. നമ്മളിന്ന് മെയിനായിട്ടുള്ള പാറയുടെ മേലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് ദൂരം കൂടി ഉണ്ട് അതിലോട്ട് പോയാൽ. നമുക്ക് ബാക്കി അവിടെ ചെല്ലിട്ട് ഉള്ള കാഴ്ച കാണാം. ഇതിലത് നോക്കിയേ ഒരു പരുന്തുംകൂട്ടൻ എന്ത് രസമല്ലേ. ആശാനൊക്കെ എന്ത് സുഖ ഇങ്ങനെ പാറി നടക്ക. ആശാനൊക്കെ റൗണ്ട് അടിക്കുകയാണേ. മേലോട്ട് പോവുക അവൻ ഈ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ശരിക്കും അവനെ നമ്മളിങ്ങനെ പിടിച്ച് കയറി പോകണം കേട്ടോ. പിന്നെ പിടിച്ച് കയറി പോകാനുണ്ട്. എന്ത് രസം ഇങ്ങനെ കയറി പോകാൻ. എനിക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇവിടെ കയറി വന്നപ്പോൾ എന്താന്ന് നോക്കിയേ ഫുള്ള് മലയാണ് കേട്ടോ. മലനിരകള് എന്തൊരു മനോഹരമായിരിക്കുന്നു ഇവിടെ. കയറി പോവാണ് കേട്ടോ. കുറച്ച് ദൂരോടെ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലൊക്കെ പിടിച്ചിങ്ങനെ കയറണം. അങ്ങനെ മേലെയോട്ട് ഇങ്ങനെ പോകണം കേട്ടോ നമ്മള്. ആണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാരും വരിക. എന്നാൽ നമുക്ക് മേലോട്ട് പോവാല്ലേ. ഇതാണ് മേലോട്ട് പോകുന്നത്. ഈ വഴി കൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ മേലോട്ട്. നമുക്ക് ബാക്കി മേലെ ചെന്നിട്ട് പറയാവേ. ഞാനിങ്ങനെ കയറി പോവാണേ. കുറച്ചുകൂടി മേലോട്ട് പോകാനുണ്ട് കേട്ടോ. മേലെ എത്തിക്കഴിഞ്ഞപ്പോ ഈ മലേന്റെ ബേക്ക് ഭാഗമാണ് കേട്ടോ അത് കണ്ടില്ലേ. നമ്മൾ ആ മലേന്റെ ഹൈറ്റിന്റെ മേലെ എത്തിയിട്ട് ഇപ്പോ അങ്ങോട്ടൊക്കെ ആകാശം മുട്ടി നിൽക്കുന്ന കാണാട്ടോ. എന്ത് ഭംഗിയല്ലേ. നല്ല മനോഹരമായ പ്ലേസ് ആണേ. അങ്ങ് ദൂരേതാ മീനങ്ങാടി സ്റ്റേഡിയം. അവിടെ ഒരു മല സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അമ്പലയിൽ കോറി ഇവിടുന്ന് കാണാട്ടോ. ശരിക്കും എന്ത് രസമാണ്. നമ്മൾ കുറച്ചുകൂടി പോകണം മേലോട്ട് കയറാൻ കേട്ടോ. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ പോയിന്റിൽ എടുത്തുള്ളൂ കേട്ടോ. എന്തൊരു രസമാണല്ലേ കാണാൻ. ഇവിടെയൊക്കെ വന്നിട്ട് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യണം കേട്ടോ. അവിടെയാണ് കേട്ടോ നമ്മൾ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മടിക്കോട്ട അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ വരുന്നത് എടക്കലുഹ കടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ബേക്ക് ഭാഗം വൻ വ്യൂ പോയിന്റ് ആണ് കാണാനൊക്കെ. എന്ത് മനോഹരമായിരിക്കുന്നു ഇവിടെയൊക്കെ. ഇനി നമുക്ക് അങ്ങനെ മേലോട്ട് പോവാല്ലേ. ബാക്കി മേലെ ചെന്നിട്ട് കാഴ്ചകൾ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ ഏകദേശം മേലെ എത്തിയിട്ടോ. എന്ത് കാറ്റാണേ വീശുന്ന മേലെ. താഴെ കണ്ടില്ലേ വലിയൊരു കൊക്കയാട്ടോ.
അങ്ങോട്ട് കാരാപ്പുഴ ഡാം കാണാം കേട്ടോ. നമ്മുടെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാരാപ്പുഴ ഡാം, ചെമ്പ്ര പീക്ക് മേപ്പാടി സ്ഥിതി ചെയ്യുന്ന കാണാം. കണ്ട സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇത് കാണും സുഹൃത്തുക്കളെ, നിങ്ങള് എന്തൊരു ഫീലാന്ന് അറിയാം ഇവിടെ നിൽക്കുമ്പോ. അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ്. സുഹൃത്തുക്കളെ, അപ്പോൾ കുറച്ചുകൂടി ദൂരം മേലോട്ട് കയറാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മേലെ എത്തിയായിരുന്നേ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ മേലെ എത്തി കേട്ടോ. എത്തുവേ, പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്തത് കൊണ്ട് പുല്ലൊക്കെ തകർത്തിട്ടുണ്ട്. അങ്ങനെ മേലെ എത്തി സുഹൃത്തുക്കളെ. ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ്. വലിയ വലിയ പാറകളും കാര്യങ്ങളും, ഇതിന് മേലെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭംഗിയായി കാണാൻ. ഇതിൻ്റെ മേലൊരു വലിയൊരു സ്റ്റേഡിയം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ. അങ്ങനെ ടോപ്പിലെത്തി. ഞാൻ കുറച്ചുകൂടി മേലോട്ട് പോയി കാണിച്ചു തരാം. അങ്ങതേ കാരാപ്പുഴ ഡാമും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അങ്ങ് തമിഴ്നാടാണേ, നീലിമല. എന്ത് ഭംഗിയായി കാണാൻ, ചുറ്റും മേഘങ്ങൾ ഉരുണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ടോപ്പ് അവിടെ ഫുള്ള് സിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാൻ. അങ്ങോട്ട് മേപ്പാടി. എന്ത് വലിയ വ്യൂ പോയിന്റ്. ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. അപ്പുറത്ത് വേറൊരു പാറ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അതാട്ടോ നമ്മുടെ ചെമ്പ്രമല സ്ഥിതി ചെയ്യുന്നത്. അവിടെയൊക്കെ മേഘം മൂടിപ്പോയി. വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ. ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. ഇതിൻ്റെ മേലെ കയറി വന്നപ്പോൾ എനിക്ക് എന്തൊരു ഫീലാണെന്നറിയോ. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇവിടെ മൊത്തം. ഇത് നോക്കിക്കേ, ആകാശമൊക്കെ ഇരുണ്ടിരിക്കുകയാണ്. മഴ ചിലപ്പോൾ പെയ്യും തോന്നുന്നുണ്ട് കേട്ടോ. നേരത്തെ മഴ പെയ്തായിരുന്നു. ഇപ്പം ഇത്തിരി പോവാണ്, തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. കാറ്റടിക്കുമ്പോൾ പുല്ലുകൾ ഇളകുന്ന ശബ്ദവും. നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ ഒരു ഉരുളൻപാറ നിൽക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ പോവാണ്. അപ്പോൾ ഇതിലെയാണ് കേട്ടോ ഞാൻ കയറി വന്നത്. ഈ ഒരു വഴിയിൽ കൂടെയാണ് ഞാൻ കയറി വന്നത്. അപ്പം ഞാനത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വഴി വരുന്നത്. ഇതിലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിൽ നമ്മളിങ്ങനെ പോകും കേട്ടോ.